ഹലോ ട്രേഡേഴ്സ്, ഡേറ്റ ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി എന്താണെന്നറിയ ചെയ്ത് അത് തന്നെയാണ് ഇന്ന് ചെയ്തേക്കുന്നത്. റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഒന്നും ചെയ്യാനൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. മാർക്കറ്റിൻ്റെ ഇന്നത്തെ മൂവ്മെൻറ്റ് ഫസ്റ്റ് മിനിറ്റ് കുറച്ച് ക്യാൻഡിലാണ് നിങ്ങൾക്ക് കണ്ട ഒരു ബീറിഷായിട്ട് തോന്നിയെങ്കിലും പിന്നെ മാർക്കറ്റ് കണ്ട് സൈഡ് വൈസ് തന്നെ ഇന്നലെ എന്താണ് ചെയ്ത് അത് തന്നെയാണ് ഇന്നും ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സെക്ഷൻസിലൊക്കെ നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ കൊണ്ടായിരുന്നു. നമ്മൾ രാവിലെ എപ്പോഴും ട്രൈ ചെയ്യും. നമ്മൾക്ക് ഞാൻ പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറയാമെന്നുണ്ടെങ്കിൽ ഇന്നലെ മാർക്കറ്റ് ഒരു ഫോൾ ഉണ്ടാക്കി പിന്നെ ഒരു ഹൈ ഉണ്ടാക്കി. ഇവിടെ വരെ നിങ്ങൾക്ക് ഒരു ട്രേഡ് കിട്ടാം സാധ്യതയുണ്ട്, മനസ്സിലായില്ലേ? അതായത് 10:49 അടിയിൽ ടൈം കാണാൻ പറ്റും. ഇന്നലെ 10:49 അതുവരെ നിങ്ങൾക്കൊരു മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ടാവുമായിരിക്കും, നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ കിട്ടും മാർക്കറ്റ് സൈഡ് വൈസായി, മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങൾക്കൊരു പ്രോഫിറ്റ് ആണെങ്കിൽ ഒരു 5 പോയിൻറ്റ് 10 പോയിൻറ്റ് കിട്ടുമായിരിക്കും, അത്ര തന്നെ കിട്ടുള്ളൂ. ഇന്ന് അങ്ങനെ ചെയ്തതുകൊണ്ട് രാവിലെ തന്നെ ഫ്രഷ് ഒരു നല്ലൊരു എൻട്രി. ഇത് കിട്ടിയവരുണ്ടാവും കിട്ടാത്തവരുണ്ടാവും. ബേസിക്കലി എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് ട്രാപ്പുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ കൊടുത്ത ട്രേഡുകൾ ഇത്തിരി ട്രാപ്പുകൾ തന്നെ ആയിരുന്നു. ഇവിടെ വരെ വന്നു, രാവിലെ അവിടെ വരെ വന്ന് നമുക്കൊരു എൻട്രി കിട്ടിയിട്ടുണ്ടാവാം, മനസ്സിലായില്ലേ? പലർക്കും കിട്ടിയിട്ടുണ്ടാകും. പിന്നെ തിരിച്ച് മോളി കയറി അവിടെ ഒരു എൻട്രി കിട്ടിയിട്ടുണ്ടാവും. ഈ ടൈം നോക്കുക നിങ്ങൾ 10:20 പിന്നെ മാർക്കറ്റ് കണ്ട് കൺസോൾട്ടേഷനായി ഇവിടെ നിന്ന്. ഇന്നലെ ഉണ്ടായിരുന്ന അതേ പാറ്റേൺ തന്നെയാണ്, മനസ്സിലായില്ലേ? ഞാൻ പ്രത്യേകിച്ച് ഒരു പാറ്റേൺ അല്ല പറയണത്. മാർക്കറ്റ് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്തേക്കുന്നത് ഈ 2 ദിവസം. പിന്നെ അങ്ങോട്ട് ഒരു 10 പോയിന്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഒരു 10:30 ശേഷം. ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു. അത് തന്നെയാണ് ഇന്ന് നടന്നത്. അപ്പോൾ ടോട്ടൽ ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് നിഫ്റ്റിയുടെ. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മാർക്കറ്റിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോരോ ലെവൽസ് നിഫ്റ്റിയിൽ വേണമെങ്കിൽ വരച്ച് വയ്ക്കാം. ഇന്ന ലെവൽസിൻ്റെ മുകളിൽ കയറുമ്പോഴാണ് ബയേഴ്സ് വരുള്ളൂ, ഇന്ന ലെവൽസിൻ്റെ അടിയിലേക്ക് നിൽക്കുമ്പോൾ വേറെ ബയേഴ്സ് വരും, അല്ലെങ്കിൽ ഈ റേഞ്ചിൽ നിൽക്കുമ്പോൾ നമുക്ക് സെല്ലിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നൊക്കെ നമുക്ക് പറഞ്ഞു പോവാം. പക്ഷെ ബേസിക്കലി മാർക്കറ്റ് റണ്ണിങ് ടൈമിൽ നിങ്ങൾക്കത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മാർക്കറ്റ് ഓർഡറിനനുസരിച്ചിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റി നോക്കാം എന്നുള്ളൊരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ ട്രേഡിങ്ങിൻ്റെ ഉള്ളിൽ. നമുക്ക് ഫ്രീ ഗ്രൂപ്പ് ഉണ്ടായിരുന്നത് 2 ട്രേഡാന്ന് നോക്കി കിട്ടിയിട്ടുണ്ടെന്ന്. 2 ട്രേഡിൽ ഒരെണ്ണം എക്സിറ്റ് അടിക്കാൻ ഉണ്ടായിരുന്നു. ഒരെണ്ണം 10 മിനിറ്റ് നോക്കിയിട്ട് പ്രോഫിറ്റ് വരാത്തതാണ്, അപ്പോൾ നിങ്ങൾ എക്സിറ്റ് അടിക്കും. അങ്ങനെ ഞാനും പറഞ്ഞത്. പിടിച്ചിരുന്നവർക്ക് സെല്ല് വരും, അത്ര ഉള്ളൂ കാര്യം. പിന്നെ നമുക്ക് ട്രേഡാണ് ക്രൂഡ് ഓയിലാണ്. ക്രൂഡ് ഓയിൽ നമുക്ക് ഈ കാണുന്ന പോലത്തെ മൂവ്മെൻറ്റുകൾ ക്രൂഡ് ഓയിൽ നമുക്ക് വന്നിട്ടൊക്കെ ഉണ്ട്. ക്രൂഡ് ഓയിലും ഭയങ്കര സൈഡ് വേസ് തന്നെയാണ് കേട്ടോ. വിചാരിക്കുന്ന മാതിരി ഭയങ്കര മൂവ്മെൻ്റ് ഒന്നുമില്ല. ഇന്നലെയാണെങ്കിലും ഇന്നാണെങ്കിലും സൈഡ് വേസ് തന്നെയാണ് ക്രൂഡ് ഓയിലും. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡിംഗ് ഒക്കെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഒരിക്കലും അതൊരു ബാഡായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ പ്രാവശ്യവും കേൾക്കണ കുറച്ച് കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയ ഒരു സംഭവമായിരിക്കും ഒരു കോഴ്സിലുണ്ടാവുക. എങ്ങനെയാണ് എക്സാക്റ്റ് എൻട്രി പോയിന്റ് കിട്ടണത്, അതാണ്. നിങ്ങൾക്ക് എങ്ങനെ എൻട്രി എടുക്കാം, ഇന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ലെവൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എൻട്രി അവിടെ ഏത് പ്രൈസിലെടുക്കണം, അതാണ് മെയിൻ ടോപ്പിക്ക്. അപ്പോൾ ആ പ്രൈസിൽ തന്നെ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക, അപ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് പോകുള്ളൂ. ഇൻ കേസ് മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്താൽ വരെ നമുക്ക് ഇറങ്ങാനുള്ള ഒരു സെറ്റപ്പ് ആ ഒരു പ്രൈസിലേക്ക് എടുക്കുക. അപ്പോൾ അതൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഒപ്പം ആ കോഴ്സ് പഠിക്കാവുന്നതാണ്. പിന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ തികച്ചും ഫ്രീ ആണ്. നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ ഫ്രീ ആയിട്ട് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. 1 മണിക്കൂർ നീണ്ടെടുക്കുന്ന ക്ലാസ്സാണ്. അത് തികച്ചും ഫ്രീ ആണ്, റെക്കോർഡാണ്. താല്പര്യമുള്ളവർക്ക് അത് ബൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ട്രേഡർന്ന് കമൻറ്റ് ചെയ്യുക, എന്നിട്ട് എനിക്ക് DM ചെയ്യുക ടെലിഗ്രാമിൽ. ഞാൻ ആ വീഡിയോയുടെ ഫയൽ നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഫ്രീ ആയിട്ട് കേട്ടോ. ടോട്ടൽ നമുക്കുണ്ടായിരുന്ന ട്രേഡുകൾ ഇത്രയും സ്ട്രൈക്കുകളിലായിരുന്നു. അതിന് മാത്രം ട്രേഡിംഗ് ഒന്നുമില്ല. ബാങ്ക് നിഫ്റ്റിയും കൊടുത്തിട്ടുണ്ടെങ്കിൽ സെൻസസും കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓപ്പർച്യൂണിറ്റിയിൽ അതിനും മാത്രം ഒന്നുമില്ല. ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റി. ഇന്നത്തെ 25/100 ഡേറ്റൊക്കെ കാണാണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. 10-ാം തീയതിയാണ്. രാവിലെ വന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നമുക്ക് ലിമിറ്റിൽ തന്നെ എൻട്രി കിട്ടും. പിന്നെ ഞാൻ ഈ ക്യാനിൻ്റെ അടിയിലേക്ക് വന്നോട് കൂടിയിട്ട്, അതായത് 9:34 ക്യാനിൻ്റെ അടിയിലേക്ക് വന്നോട് കൂടിയിട്ട് ഞാൻ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അവിടെ ഒരു റിസ്ക് എലമെൻറ്റ് തോന്നിയോണ്ടാണ് ഇറങ്ങാൻ പറഞ്ഞത്. ഇനി ഇറങ്ങാത്തവരുണ്ടെങ്കിൽ ഇത് പ്രോഫിറ്റിൽ പോയിണ്ടാവും. 10 പോയിൻ്റൊന്നും കിട്ടിയിട്ടില്ല, ഒരു 5-8 പോയിന്റ് കിട്ടാൻ സാധ്യതയുണ്ട് അവിടെ. പിന്നെ വേറെ ട്രേഡിക്കൊന്നും ഞാൻ ഇരുന്നിട്ടില്ല. ഈ ഒരു സ്ട്രൈക്കിൽ വേറെ ട്രേഡുകളൊന്നുമില്ല. പിന്നെ റിട്ടേൺ പോകണ നേരത്തൊക്കെ എടുക്കാമെന്നുള്ളൂ. അത് സജസ്റ്റ് ചെയ്യണില്ല. ഞാൻ ഈ ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു 79.10 എന്ന് പറഞ്ഞ ലെവൽ പെയ്ഡ് ഗ്രൂപ്പിൽ കൊടുത്ത ലെവലാണ്. ഇതിലൊക്കെ വേണമെങ്കിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും കേട്ടോ. ഇത് നല്ല രീതിക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബേസിൽ ഉച്ചയായിട്ട് നോക്കണമെന്നല്ല, ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് കൊടുത്ത ലെവലുകളാണ് നോക്കി. ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്ന സമയത്താണ് നോക്കണത്.
അപ്പോൾ ഇതിൻ്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 79.10 എന്ന് പറഞ്ഞ ലെവൽ ഞാൻ കൊടുത്ത് പിന്നെ നമുക്കിത് ആക്ടിവേഷൻ നടക്കുന്നത് 2.18 അപ്പോൾ നിങ്ങളുടെ ട്രേഡ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 10 പോയിൻ്റ് ഈസി ആയിട്ട് അടിയിലേക്ക് ഇടുക. 10 പോയിൻ്റ് ഇവിടെ വയ്ക്കുക. ഈ 10 പോയിൻ്റ് നിങ്ങൾ ഇറങ്ങണം എന്നുള്ളതാണ് കൺസെപ്റ്റ്. അവിടെ പിന്നെ ഹോൾഡ് ചെയ്തിരിക്കലല്ല കൺസെപ്റ്റ്. അത്യാവശ്യം മുകളിലേക്ക് പോയിട്ടുണ്ട്. 1:2 കിട്ടിയിട്ടുണ്ട് ഈ ട്രേഡ്. എടുത്തവരുണ്ടെങ്കിൽ ഇത് പെയ്ഡ് ഗ്രൂപ്പ് കൊടുത്ത ട്രേഡാണ്. ഒരു ട്രേഡും കിട്ടാണ്ടിരിക്കുന്ന നേരത്താണ്. ഇപ്പോൾ ഈ ട്രേഡ് കൊടുത്തിട്ട് എത്ര നാളം നേരം കണ്ട കിട്ടണമെന്ന് വെച്ചിട്ടാണ്. നല്ല ടൈമുണ്ട് ഇതിന്. അതിന് കഴിഞ്ഞിട്ടാണ് ഇത് കിട്ടണത്. അങ്ങനെയാണ് ഇതൊരു 25-26 പോയിന്റ് പോയേക്കണത്. നല്ല ട്രേഡാണ് കേട്ടോ. നമുക്ക് രാവിലെ ഇതേ സ്ട്രൈക്കിൽ തന്നെ ഇവിടെ കിട്ടി. അത് എയറിൽ എക്സിറ്റ് ആണ്. ഞാൻ എക്സിറ്റ് അടിക്കാൻ പറഞ്ഞായിരുന്നു. എക്സിറ്റ് തന്നെ പറഞ്ഞായിരുന്നു ഞാൻ. അത് ഫ്രീ ഗ്രൂപ്പിൽ ഇട്ടതാണ്. ഇത് 2 മണിക്ക് ശേഷം കിട്ടി. അതൊരു 1:2 കിട്ടി. അത്രയാണ്. പിന്നെ 25-150C ഈ 2 ട്രേഡ് നമുക്ക് കോസ്റ്റ് ആണ് കേട്ടോ. നിങ്ങളിവിടെ കടുംപിടുത്തം പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ എസ്എൽ പോവും. അല്ലെങ്കിൽ നമുക്ക് കോസ്റ്റ് ഒക്കെ ഇറങ്ങാനുള്ള ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾ ഒരിക്കലും മാർക്കറ്റിനോട് കടുംപിടുത്തം പിടിച്ചിരിക്കരുത് കേട്ടോ. അത് ഇത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള പരിപാടിയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് സക്സസ് റേറ്റിക്കൊന്നും പോകാൻ പറ്റില്ല. 82,400 ഇത് പെയ്ഡിൽ കിട്ടിയ ട്രേഡാണ്. ഫസ്റ്റ് ട്രേഡാണ്. ഇതൊക്കെ SL ആണ് കേട്ടോ. അത് മാർക്കറ്റ് എത്ര വോളാറ്റിലാണ് ആ ടൈമിൽ. രാവിലെ കിട്ടിയ മോർണിംഗ് 3ാമത്തെ ക്യാൻഡിൽ തന്നെ, അതായത് 9:18 കിട്ടിയ ട്രേഡാണ്. അപ്പോൾ അത് എത്ര വോളാറ്റിലായ ടൈമാണ്. SL അടിച്ചിട്ട് നേരെ കയറിപ്പോയി. ഇത് ഫുൾ ടാർഗറ്റ് പോയി ഉണ്ടാവും കേട്ടോ. ഈ സംഭവം 190 പോയിൻ്റാണ് പോയിക്കണത്. ഓൾമോസ്റ്റ് ഫുൾ ടാർഗറ്റാണ്. 200 പോയിൻ്റാണ് സെൻസസിലെ ടാർഗറ്റ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ഇല്ലയെന്ന് മാത്രം. അത് കുഴപ്പമില്ല. അത് സംഭവിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നിങ്ങൾ നോക്കിക്കോ, 279 എന്ന് പറഞ്ഞ ലെവലിലൂടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ സെല്ലസ്ട്രേഷൻ അടിയിലാണ് വരുന്നത്. അവിടെ പിന്നെ ട്രേഡ് എടുക്കേണ്ട കാര്യമില്ല, ചിന്തിക്കേണ്ട കാര്യമില്ല. എപ്പോൾ ഇവിടെ സെല്ലസ്ട്രേഷൻ മുകളിൽ കിട്ടണം അപ്പോഴേ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ഇതൊക്കെ ഓരോരോ ഗുണപാഠങ്ങളാണ്. ഇനി 150 ട്രേഡ് എടുക്കാൻ പറ്റുന്ന വെച്ചാൽ അവിടെയും സെല്ലസ്ട്രേഷൻ ഇവിടെ അടിയിലാണ്. ഇവിടെ ട്രേഡ് എടുക്കാൻ പറ്റില്ല. ഈ ട്രേഡ് എടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പിന്നെ അടിയിലേക്ക് വരുന്ന ക്യാൻഡിൽസ് കൊണ്ട് നോക്കുക. നല്ല രീതിക്ക് അടിയിലേക്ക് പോയിട്ടുണ്ട് അവിടുന്ന്. അപ്പോൾ ട്രേഡ് എടുക്കാൻ പറ്റില്ല എന്ന് തന്നെ അവിടുത്തെ അർത്ഥം. മനസ്സിലായാലും ചിലരൊക്കെ അങ്ങനെ ചാടി കയറി എടുക്കണവരുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് SL പോകും. ഒന്നും ചെയ്യാൻ പറ്റില്ല കാര്യത്തിൽ. അപ്പോൾ ഇത്രയും കാര്യമാണ് ടോട്ടൽ നടന്നേക്കണത്. നിങ്ങൾ മാക്സിമം ഇന്ന് ആകെ ഒരു ട്രേഡാണ് വന്നിട്ടുള്ളൂ. ഈ ഒരു 1:20 ട്രേഡ്. അത് ലാസ്റ്റ് കൊടുത്ത മെസ്സേജാണ്. 79.10 എന്ന് പറഞ്ഞ ലെവല്. ഏറ്റവും അവസാന മെസ്സേജാണ് പെയ്ഡ് ഗ്രൂപ്പിലത്തെ. ഇതാണ് അതിൻ്റെ ലെവൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനാണ് 1:2 വന്നതാണത്. നോക്കിയിരിക്കണവർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. എത്ര ഉള്ളവരെന്തായാലും നോക്കിയിരിക്കും. അവർക്ക് ആ ട്രേഡ് കിട്ടും, അല്ലാത്തവർക്ക് കിട്ടില്ല. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു 10 മിനിറ്റ് ഹോൾഡ് ചെയ്താൽ മതി കേട്ടോ. 10 മിനിറ്റിനുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇറങ്ങാം. പിന്നെ ഹോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം പ്രോഫിറ്റിക്ക് 1-2 രൂപ വരണ നേരത്തെ കോസ്റ്റ് ഇട്ടിട്ട് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എക്സിറ്റ് അടിച്ച് പോവുക അവിടെ നിന്ന്. വളരെ വർത്തമാനങ്ങളില്ലേ. പിന്നെ നിങ്ങൾക്കൊരു 10 പോയിന്റ് ഇന്ന് പോകണുള്ളൂ എന്ന് വെച്ചിട്ട് ട്രേഡ് എടുക്കാനും മതി. ഇപ്പോൾ ഒരു 750 നഷ്ടം വരുള്ളൂ. അങ്ങനെയുള്ളവർക്കും വേണമെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള SLകൾ പലർക്കും ഉണ്ടാവും. പല പ്രൈസുകൾ, പല റുപ്പീസുകൾ നിങ്ങൾക്ക് SLകൾ കംഫർട്ടബിൾ ആയിരിക്കും. ചിലർക്ക് 1000 കംഫർട്ടബിൾ ആയിരിക്കും, ചിലപ്പോൾ 5000 കംഫർട്ടബിൾ ആയിരിക്കും. എനിക്ക് 5000 പോലും പ്രശ്നമില്ല. ഇതൊക്കെ കംഫർട്ടബിൾ ആണ്, ഡെയിലി എനിക്ക് ഓക്കെ ആണ് എന്നുള്ള ആൾക്കാരൊക്കെ ഉള്ളവർക്ക് അത്രയും മിനിമം ലോസ് വരുവാണെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. അത്ര ഉള്ള കാര്യം. ട്രേഡ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഓരോ ഓപ്പർച്യൂണിറ്റികൾ മാത്രം നോക്കാമെന്ന് മാത്രം. ഇത് ക്രൂഡ് ഓയിൽ ട്രേഡാണ്. 5600 കോള്. ഫസ്റ്റ് ടൈം ഒരു സ്വൈപ്പിംഗ് നടന്നിട്ടുണ്ട്. SLോട് സ്വൈപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ക്രൂഡ് ഓയിൽ എടുക്കണവർ ഈ ഒരു സെക്ഷൻ, ഇനി പറഞ്ഞ സെക്ഷൻസ് ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കട്ടെ. എൻ്റെ ഒപ്പം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമുക്ക് ഇവിടെ ട്രേഡ് കിട്ടി. ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നില്ല, ഞാൻ ആ ടൈം പീരീഡാണ് പറയാൻ പോണത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രേഡ് ഇവിടെ കിട്ടിയ ടൈം 11:44. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം പ്രോഫിറ്റ് അല്ലെങ്കിൽ SL ഇതിനടിക്കാനുള്ള ടൈം 1 മണിക്കൂറാണ്. മിനിമം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കോസ്റ്റ് ഇട്ട് ഹോൾഡ് ചെയ്യാമെന്ന് മാത്രം. മിനിമം പ്രോഫിറ്റ് എന്ന് 10 പോയിന്റ്. 10 പോയിന്റ് മുകളിൽ നിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോസ്റ്റ് ഇടാം. അപ്പോൾ തന്നെ 2 ലോട്ട് ഇടുന്ന ആൾക്കാരാണെങ്കിൽ 1 ലോട്ടിനെ വിറ്റിട്ട് 1 ലോട്ട് കോസ്റ്റ് ഇടുക. അതാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇനിയിപ്പോൾ SL എടുക്കണില്ല, മിനിമം പ്രോഫിറ്റ് വരില്ല, 10 പോയിന്റ് വരില്ലെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂറാണ് ഹോൾഡിംഗ് ടൈം. ക്രൂഡ് ഓയിൽ 1 മണിക്കൂർ കൊണ്ട് SL അടിക്കണം. അല്ലെങ്കിൽ അത് പ്രോഫിറ്റിക്ക് ഈ ഒരു മുകളിൽ ഈ ഒരു ഭാഗത്ത് നിൽക്കണ്ടാവണം. അങ്ങനെ നിൽക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ കോസ്റ്റ് അപ്പോഴും ഇടാം 1 മണിക്കൂർ കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ ട്രേഡ് നമുക്ക് ആക്ടിവേഷൻ നടന്നത് 11:40 ഒക്കെയാണ്. പിന്നെ 12:40 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇവിടെയാണ് ക്യാൻഡിൽ നിൽക്കുന്നത്. ഓൾമോസ്റ്റ് കോസ്റ്റിലാണ് ക്യാൻഡിൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എക്സിറ്റ് അടിച്ച് പോവാം. നിങ്ങൾ 1 മണിക്കൂർ ഹോൾഡ് ചെയ്തിട്ട് സാധനം ഇറങ്ങാനുള്ള പിന്നെ നിങ്ങൾ
അടുത്ത ട്രേഡ് എടുക്കുക എന്നുള്ളതാണ് അവരുടെ കൺസെപ്റ്റ്. ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ നിങ്ങൾ എക്സിറ്റ് അടിച്ച് പോയി മാർക്കറ്റ് അടിയെ പോയി തിരിച്ച് കയറുമ്പോൾ പിന്നെ റീ എൻട്രി ചെയ്യാൻ, മനസ്സിലായില്ലേ? ഈ റീ എൻട്രി എടുത്താലും നിങ്ങൾക്ക് പ്രോഫിറ്റ് തന്നെയാണ്. നിങ്ങളുടെ കോസ്റ്റ് വെച്ച് അടിച്ചു ഇനിയിപ്പോൾ അടിയിൽ ചിലപ്പോൾ ഇറങ്ങാൻ പറ്റും. അപ്പോൾ അതൊക്കെ മാർക്കറ്റ് കണ്ടീഷനാണ്. നിങ്ങൾക്ക് 1 മണിക്കൂർ ഹോൾഡ് ചെയ്ത് ചിലപ്പോൾ അടിയിലാണ് ഇറങ്ങാൻ പറ്റുക. അപ്പോൾ ചെറിയൊരു എസ് എൽ കൊടുക്കേണ്ടി വരും, 2 രൂപ 3 രൂപ 4 രൂപ 5 രൂപ എസ് എൽ കൊടുക്കേണ്ടി വരും. ആ സംഭവം റീ എൻട്രിയിൽ ഈസിയായിട്ട് കിട്ടും. അതാണ് പറയണത്. മിനിമം പ്രോഫിറ്റിൻ്റെ മുകളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോസ്റ്റ് ഒക്കെ ഇട്ടിട്ട് പിന്നെ ഹോൾഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എസ് എൽ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് ഞാൻ പറയില്ല ഒരിക്കലും. അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ കാര്യം അത്രയേ ഉള്ളൂ. ക്രൂഡ് ഓയിൽ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. പിന്നെ ബിറ്റ് കോയിനാണുള്ളത്. ബിറ്റ് കോയിന് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, ഫ്രീ ഗ്രൂപ്പാണ്. നിങ്ങൾ എൻ്റെ റെഫറൽ ലിങ്ക് യൂസ് ചെയ്തിട്ട് ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എൻട്രി ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ നിങ്ങൾ അക്കൗണ്ട് എടുക്കുക എന്നുള്ളതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ റെഫറൽ ലിങ്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾ അക്കൗണ്ട് എടുക്കുക. ഫ്രീ ആണ്, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിന് മാത്രം ട്രേഡ് കിട്ടിയിട്ടില്ല. ഫ്യൂച്ചേഴ്സിൽ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. അത് $1,200 ഒരു പ്രോഫിറ്റ് കണ്ടിട്ട് തിരിച്ച് കയറിയായിരുന്നു. അപ്പോൾ അത്രയ്ക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ട്രേഡിങ് അറിയണവരുണ്ടാവും, ഇപ്പം സ്ട്രൈക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെട്ട ഒരു ലെവൽസ് ഞാൻ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ട്രേഡ് എടുക്കുക. പല കാര്യങ്ങളും മനസ്സിലാക്കാണ്ടാണ് ഇപ്പോഴും കുറേ ആൾക്കാർ ട്രേഡ് ചെയ്തോട്ട് എടുക്കണത്. എൻ്റെ കയ്യിൽ മനസ്സിലായില്ലേ? ഇപ്പോൾ ഇത്രയും യൂട്യൂബ് വീഡിയോ ഞാൻ ചെയ്തിട്ടും ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും പറഞ്ഞിട്ടും ആർക്കും മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പോഴും പറയേണ്ടിരുന്നിട്ട് എന്നിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ പിന്നെ കാര്യമില്ല. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല അങ്ങനത്തെ ആൾക്കാർക്ക്. ഒരിക്കലും ഞാൻ പറഞ്ഞത് എൻ്റെ ഒപ്പം നിങ്ങൾ ആക്റ്റീവായി എന്ന് ഞാൻ പറയുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരനല്ല വേണ്ടത്. നിങ്ങൾക്ക് ട്രേഡിങ് പഠിക്കണമെങ്കിൽ നിങ്ങൾ ട്രേഡിങ് പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കണം. നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഞാനിവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ് നോക്കി. നിങ്ങളുടെ ട്രേഡിങ് ജേർണിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ മെത്തേഡുകൾ. സമയമാണ് എല്ലാവരും പ്രശ്നം. മാക്സിമം സമയമുള്ളവർ മാത്രം ചെയ്താൽ മതി. എനിക്കതാണ് ഇതിനെക്കുറിച്ച് ടോട്ടൽ പറയാനുള്ളത്. സമയമുള്ള ആൾക്കാർ മാത്രം ഇതിന് ഇരുന്നിട്ടേ കാര്യമുള്ളൂ. മിനിമമാണ് പറയണം. മിനിമം നിങ്ങൾ ചാർട്ട് യൂസ് ചെയ്യാനെങ്കിലും അറിയണം. യൂസിങ് അല്ലെങ്കിൽ ട്രേഡിംഗ് വ്യൂ യൂസ് ചെയ്യാൻ അറിയണം. മെയിനായിട്ട് ട്രേഡിംഗ് വ്യൂ യൂസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വല്ല ബ്രോക്കേഴ്സ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ട്രേഡിംഗ് വ്യൂ ആയിട്ട് കൊളാബ് ചെയ്തേക്കണ വല്ല ബ്രോക്കേഴ്സ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക. ട്രേഡിംഗ് വ്യൂ മസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ട്രേഡിംഗ് വ്യൂവിൻ്റെ മാക്സിമം ചാർട്ട് അനലൈസിസ് നടത്താൻ നോക്കുക. പിന്നെ കറക്റ്റായിട്ട് കണ്ടീഷൻ ആക്ടിവേറ്റ് ആണെന്ന് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഞാനതാ പറയണത്, റെഡ് ക്യാൻ്റെ റിജക്ഷൻ നിങ്ങൾക്ക് അവിടെ കറക്റ്റ് കാണാൻ പറ്റും. നിങ്ങൾക്ക് കറക്റ്റായിട്ട് എൻട്രി എടുക്കാൻ പറ്റും. ഇതൊന്നും ഞാൻ പറയണതെന്ന് പറഞ്ഞാൽ ഒരു മെജോറിറ്റി ആൾക്കാരും ചെയ്യണില്ല. അത് സത്യം പറയാമല്ലോ, മെജോറിറ്റി ആൾക്കാരും ചെയ്യണില്ലേ. അത് അവരുടെ പ്രശ്നം കൊണ്ടല്ല. ചിലർ ജോലിക്കാരായിരിക്കും, ചിലർക്ക് പ്രോഫിറ്റ് മാത്രം മതി എന്നുള്ള കൺസെപ്റ്റ് ആയിരിക്കും. ഈ പ്രോഫിറ്റ് മാത്രം മതി എന്നുള്ള കൺസെപ്റ്റുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ട്രെൻഡിങ് മാർക്കറ്റിൽ മാത്രം ട്രേഡ് ചെയ്താൽ മതി. ഇപ്പം എൻ്റെ ഒപ്പം നിങ്ങളൊരു ലെവൽ കണ്ടു ചാടി കയറി എടുക്കുക എന്നുള്ള ലെവലിലാണെന്ന് നിങ്ങളുടെ ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ട്രെൻഡിങ് ആവട്ടെ മാർക്കറ്റ്, ഈസി ആയിട്ടുള്ള മാർക്കറ്റ് ഫ്ലോ വരണം. ആ ടൈമിൽ നിങ്ങൾ ട്രേഡ് എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് മാത്രമേ വരുള്ളൂ. എൻ്റെ ഏതെങ്കിലും ഒരു പ്രൈസിൽ നിങ്ങൾ ചാടി കയറി എടുത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് മാത്രമേ വരാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഈ സൈഡ് വേസിലൊന്നും നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റില്ല. നിങ്ങൾ അത്രയും കണ്ടിന്യൂസ് ആയിട്ട് ചാർട്ട് വാച്ച് ചെയ്തിരുന്ന ക്യാൻഡിൽസിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ റേഞ്ചിങ് മാർക്കറ്റിലൊക്കെ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം. നിങ്ങളുടെ ക്യാപിറ്റലാണ്, നിങ്ങളുടെ പൈസയാണ്, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. ലോൺ എടുത്തൊന്നും ആരും ചെയ്യാൻ നിൽക്കരുതിട്ട. പിന്നെ അത് ദൈവത്തോർത്ത് ഏത് നിമിഷം വേണേലും നിങ്ങളുടെ ഒരു അശ്രദ്ധ മൂലം ഒരു 0 കൂടിയാൽ വരെ നിങ്ങളുടെ ക്യാപിറ്റൽ ഫുള്ളും പോകും. ലോട്ട് എടുക്കുമ്പോൾ ഒരു 0 വരെ കൂടിയാൽ വരെ. മനസ്സിലായില്ലേ? അപ്പോൾ മാക്സിമം നിങ്ങളത് കണ്ടറിഞ്ഞിട്ട് ഈ ഒരു മെറ്റീരിയലിനെ യൂസ് ചെയ്യുക. ഹൈ മൊമെൻറ്റം ഹൈ റിട്ടേൺസ് കിട്ടുന്ന മെറ്റീരിയലാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ക്യാപിറ്റൽ അടക്കം പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അതിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ ഇവിടെ ഇരുന്നിട്ട് കുറേ സംസാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എങ്ങനെ തന്നെ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിമം പ്രോഫിറ്റ് എല്ലാ ദിവസവും എടുക്കാൻ പറ്റും. SL വരില്ല എന്നല്ല പറയണത്. SL വരുന്ന ദിവസങ്ങളുണ്ട്. ഇന്ന് SL ഉണ്ട്. SL ഇല്ലാത്ത ദിവസങ്ങളൊന്നുമില്ല. ചില ദിവസങ്ങളിൽ മാത്രമേ SL മാറിക്കോളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ട്രേഡുകൾ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ SL വരും. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് പ്രോഫിറ്റ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ വരും. അശ്രദ്ധകൾ കാരണം നിങ്ങൾ ഓരോന്ന് വരുത്തി വെച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത് കേട്ടോ. ട്രേഡിങ്ങിൽ അത്രയും പാഷനായിട്ടായിട്ട് നിങ്ങൾക്കൊരു പ്രോഫിറ്റ് വേണം എന്നുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ ഒന്ന് കണക്കിലെടുക്കുക. അത്രേ ഉള്ളൂ എൻ്റെ ഒരു റിക്വസ്റ്റ്. നമ്മളെല്ലാ ദിവസവും ബോൾഡ് ഇടാറുണ്ട് കേട്ടോ. ഇന്നും ബോൾഡ് ഉണ്ട്. അത്യാവശ്യം ആൾക്കാർ ലോസിലാണെന്നാണ് പറയണത്. പ്രോഫിറ്റിലുള്ള ആൾക്കാർ ഉണ്ട്. എന്തായാലും പകുതി അല്ല, ഇന്ന് അത്യാവശ്യം ലോസ് തന്നെയാണ്.
ഇന്നലത്തെ പോലെ സൈഡ് വേസ് തന്നെയാണ്. ഇവർക്ക് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 2 ട്രേഡാണ് കൊടുത്തതാണത്. ഈ 2 ട്രേഡിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ലോസ് 20 പോയിന്റാണ്. ഫസ്റ്റ് ട്രേഡ് ഞാൻ എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് മിക്കവാറും ആൾക്കാരിൽ എക്സിറ്റ് അടിച്ചിട്ടുണ്ടാവും. രണ്ടാമത്തെ ട്രേഡാണ് നിങ്ങൾക്ക് ലോസ് ഒന്നും ഉണ്ടാവുക. ഇപ്പോൾ ഈ 2 ട്രേഡും കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് 10 പോയിന്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ ചെറിയ ലോസ് ആണെങ്കിലും നിങ്ങൾ ലോസാണ് അത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒറ്റ ട്രേഡിൽ റിക്കവർ ആക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു കണ്ടീഷൻ മാർക്കറ്റ് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാത്ത ദിവസങ്ങളിൽ സ്ട്രഗിൾ സ്റ്റേജിൽ കൂടെ കടന്നു പോകേണ്ട വരും. അതിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. മാക്സിമം നോക്കിയിരിക്കുക, ഓപ്പർച്യൂണിറ്റി ഇല്ലയെന്ന് കാണുമ്പോൾ മാറി നിൽക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. നാളെ അടിപൊളി ഓപ്പർച്യൂണിറ്റിയിൽ കിട്ടട്ടെ, നല്ല പ്രോഫിറ്റുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റട്ടെ. ഫസ്റ്റ് ട്രേഡ് മാക്സിമം ഫുൾ ടാർഗറ്റിലേക്ക് വരാൻ നോക്കട്ടെ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ ബൈ.